ഇന്നത്തെ നമ്മുടെ സ്റ്റോറി ടൈം തുടങ്ങിയാലോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോറിയുടെ നെയിമാണ് സ്ക്രീൻ ടൈം. ഈ കഥ പറയുന്നത് നന്ദന എന്ന പെൺകുട്ടിയുടെ 30 ദിവസത്തെ ഒരു ചലഞ്ചിങ് ആണ്. 23 വയസ്സുള്ള നന്ദനയ്ക്ക് ഫോൺ ഒരു സാധാരണ ഉപകരണം മാത്രമായിരുന്നില്ല, അവളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു. ഒരു ദിവസം രാവിലെ എണീറ്റ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ, സ്റ്റാറ്റസ്, റീൽസുകൾ, ഒരാളുടെ ട്രിപ്പുകൾ, മറ്റൊരാളുടെ സക്സസ്, അങ്ങനെ പറയുന്നതിനേക്കാൾ അപ്പുറം അവൾ എല്ലാവരെയും കമ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവൾ അവളുടെ മൊബൈലിലെ സ്ക്രീൻ ടൈം നോക്കി. 9 മണിക്കൂർ. അവൾ അത് കണ്ട് ഞെട്ടി. എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കണോ, അതോ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് ഞാനത് നോക്കി തീർക്കണോ? സമയമില്ലായ്മയല്ല, സമയം കളയുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പയ്യെ നടന്നു. അങ്ങനെ അവൾ ഒരു തീരുമാനമെടുത്തു. 30 ദിവസം സോഷ്യൽ മീഡിയ ഇല്ല, 30 ദിവസം റീൽസ് ഇല്ല. കേൾക്കുമ്പോൾ മറ്റുള്ളവർ ചിലപ്പോൾ ചോദിച്ചേക്കാം, റീൽസ് കാണാതെ എങ്ങനെ ജീവിക്കും? സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണ്ടേ? ഒന്ന് സ്ക്രോൾ ചെയ്യാതെ എങ്ങനെയാ? അങ്ങനെ അവളുടെ ആദ്യത്തെ ദിവസം തുടങ്ങി. ആദ്യത്തെ ദിവസം എങ്ങനെയൊക്കെയോ കടന്നുപോയി. 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവളുടെ വിരലുകൾ ചലിക്കാൻ തുടങ്ങി. റീൽസിലേക്കുള്ള അവളുടെ ആ നോട്ടവും ആ വ്യഗ്രതയും, ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ അവൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു. 5-ാമത്തെ ദിവസമായപ്പോഴേക്കും അവൾക്ക് വളരെ ബോറായി തുടങ്ങി. പിന്നെ അവൾ ഒന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറേ നേരം ചിന്തിച്ചു. അപ്പോഴവൾ റൂമിലേക്ക് നടന്ന് പതിയെ അവളുടെ പഴയ ഡയറിയും കാര്യങ്ങളെല്ലാം എടുത്ത് വായിക്കാൻ തുടങ്ങി. പിന്നീടും സമയമുണ്ടല്ലോ. അപ്പോഴാണ് അവൾ അമ്മയോടും അച്ഛനോടും കൂടിയിരുന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. കളിച്ചിരികൾ, തമാശകൾ. ഇപ്പോൾ അവൾക്ക് നല്ല ഉറക്കവുമുണ്ട്. പതിയെ അവൾ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. മൊബൈൽ ഫോൺ എന്നുള്ള ഒരു ഉപകരണത്തോടുള്ള ആസക്തിയെല്ലാം മാറി പകരം അവൾ പതിയെ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അതിനോട് പ്രിയമായി അവൾക്ക്. ഇപ്പോൾ അവൾ ഒന്ന് മനസ്സിലാക്കി. അവളുടെ പേരൻസുമായി അല്ലെങ്കിൽ ഫാമിലിയുമായി സമയം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും അവൾക്ക് കൂടുതൽ ഊർജവും അതുപോലെ തന്നെ ഒരു ധൈര്യവും അവളിൽ ഉടലെടുത്തു തുടങ്ങി. ഇപ്പോൾ അവൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള ആൻസൈറ്റികളില്ല, ടെൻഷൻസുമില്ല. റീൽസ് മാറി റിയൽ ലൈഫ് കാണാൻ തുടങ്ങി. വീണ്ടും അവൾ ഈ ആപ്ലിക്കേഷൻ ഫോണിൽ ഡൗൺലോഡ് ചെയ്തുവെങ്കിലും അൺനെസസറി ആയിട്ടുള്ള എല്ലാം തന്നെ അവൾ അതിൽ നിന്നും ഒഴിവാക്കി. അതിനെല്ലാം അവൾ അൺഫോളോ ചെയ്തു. ഇപ്പോൾ അവൾക്ക് ബോറടിയായി തോന്നുന്നത് ഒരുപാട് നേരം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുമ്പോഴാണ്. അനാവശ്യമായ കാര്യങ്ങൾ കാണുന്നത് തന്നെ അവൾക്ക് വെറുപ്പായി തുടങ്ങി. ആ സമയം അവൾ മറ്റെന്തെങ്കിലും വിനിയോഗിക്കാൻ തുടങ്ങി. സോഷ്യൽ മീഡിയ ഒരു ടൂൾ മാത്രമാണ്, ഒരിക്കലും അത് നമ്മളെ നിയന്ത്രിക്കരുത്. സോ വെൻ വി സ്റ്റാർട്ട് അവർ 30 days journey.